മുസ്ലിം വിഭാഗത്തിൽ ഏത് സംഘടനക്കാണ് ഏറ്റവും കൂടുതൽ സ്വതന്ത്ര വോട്ടർമാർ ഉള്ളത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കേണ്ടത്. സ്വതന്ത്ര വോട്ടർമാരെന്ന് ഉദ്ദേശിച്ചത് സജീവ രാഷ്ട്രീയത്തിലില്ലാത്ത വ്യക്തികൾ. അതായത് ഇപ്പൊ നേതാവ് പറയണം ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാല് ആ പറഞ്ഞത് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യും. അതിൽ എണ്ണത്തിൽ കൂടുതലാണ് പറഞ്ഞിട്ട് ശതമാനത്തിൽ കൂടുതലുള്ള മുസ്ലിം സംഘടന അല്ല. നമ്മൾ ശതമാനത്തിൽ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ അറിവനുസരിച്ച് ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറിഞ്ഞത്തോളം ഏകദേശം 90-98% ആൾക്കാർ അവര് പറഞ്ഞ പാർട്ടിക്ക് ചെയ്യുന്നതാണ്, നേതാക്കൾ പറഞ്ഞ പാർട്ടിക്ക് ചെയ്യുന്നതാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ തന്നെ ശതമാനത്തിന്റെ കാര്യം പറഞ്ഞാല് മറ്റേ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള കാര്യം പറഞ്ഞാണ് എണ്ണ കൂടുതൽ. അത് നമ്മളെ ഒരുപാട് പഠിച്ചത്തോളം മനസ്സിലാക്കിയത് കാന്തപുരം സുന്നി വിഭാഗമാണ് ഏറ്റവും കൂടുതൽ സ്വതന്ത്ര വോട്ടർമാരുള്ളത്. അതായത് ഇപ്പൊ AP ഉസ്താദ് പറയണ ഇന്നിന്നി ആളുകൾക്ക് അവരുടെ സംഘടന പ്രഖ്യാപിക്കാൻ ഇന്ന വിഭാഗത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാല് അവരിൽ നല്ലൊരു ശതമാനം എന്ന് പറഞ്ഞാൽ ഞാൻ വിശദമായിട്ട് വളരെ വിശദമായിട്ട് മാസങ്ങളോളം നടന്ന് അല്ലെങ്കിൽ മുൻകാല ഇലക്ഷന്റെ ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ട് പഠിച്ചെടുക്കാണ്ട് പറഞ്ഞൊരു വിഷയമാണ്. ഇത് വെറുതെ തൊള്ളപടായി പറയല്ല. ഏകദേശം ഒരു 50-60 ഇടയിലുള്ള ആളുകൾ, ഏകദേശം ശതമാനം ആളുകൾ സംഘടന പറഞ്ഞ ഇതിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ് കാന്തപുരം സുന്നി വിഭാഗത്തിലുള്ളതെന്നാണ് നമ്മൾ പഠിച്ചിട്ട് മനസ്സിലായത്. ബാക്കി 40% ആളുകൾ പറഞ്ഞാല് CPM-കാരുണ്ടാകും, അതുപോലെ കോൺഗ്രസ്സുകാരുണ്ടാകും, കുറഞ്ഞ ശതമാനം ലീഗുകാരുണ്ടാവും. കൂടുതലും നമ്മളെ അറിവില് ഇടതുപക്ഷ അനുഭാവികളാണ്. അതിൽ തന്നെ ഉണ്ട് SLV-കൾ പറഞ്ഞ ഗ്രൂപ്പായ സ്ഥിരം ലീഗ് വിരോധികൾ. അവരൊക്കെ ഇനിയിപ്പോ ഉസ്താദ് അല്ലെങ്കിൽ സംഘടന എന്ത് പറഞ്ഞാലും പക്ഷെ അവർക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയം ഉണ്ടാവും, അതിനൊപ്പിച്ച് അവര് നീങ്ങുള്ളൂ. അപ്പോ മറ്റുള്ള സംഘടനകളിൽ നിന്ന് അത്ര കണ്ട് ശക്തിയില്ല. എൻ്റെ ഒക്കെ ഒരു കാഴ്ചയില് പല സംഘടനകളിലും ഇപ്പം EK ബാബു സുന്നിലൊക്കെ അങ്ങനെ പറഞ്ഞാൽ തന്നെ ഏകദേശം അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിരായിട്ട് 2-3% വോട്ട് പോകും. അല്ലെങ്കിൽ ഇപ്പോ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ഏകദേശം പൊതുവെ അവർ പിന്തുണക്കുന്ന വിഭാഗത്തിൽ നിന്നും ഒരു 2-3-4% വോട്ടിന്റെ ഒരു മാറ്റേ വരുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോ മുജാഹിദായിട്ട് അങ്ങനത്തെ വിഭാഗങ്ങളൊക്കെ ഏകദേശം വലിയൊരു മാറ്റം വരുത്താനോ ഇതൊന്നും അവരുടെ നേതാക്കന്മാർക്ക് അത്ര പെട്ടെന്ന് കഴിയില്ല. നിലവിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് എതിര് പറഞ്ഞാല് അല്ലെങ്കിൽ ഇതിലൊക്കെ അങ്ങനെ വളരെ ശതമാനത്തിൽ കുറവ് തന്നെയാണ്. അപ്പൊ ഈ 60%-50% എന്ന് പറഞ്ഞാൽ കാന്തപുരം സുന്നിഭാഗം ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പം വലിയൊരു വോട്ട് ബാങ്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൻ്റെതായ ഒരു വോട്ട് സ്വതന്ത്ര വോട്ടർമാരുണ്ടായാലും ആ വിഭാഗത്തിന് സ്വാഭാവികമായിട്ടൊരു വോട്ട് ബാങ്ക് പവർ എന്ന ഒരു സംഭവം ഉണ്ടാവും, നാച്ചുറലായിട്ട് ഉണ്ടാകും. അപ്പോ ഇത് ഞാൻ പഠിച്ചെടുത്ത് പറഞ്ഞാണ്. വീഡിയോയില് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.